ഇത് വളരെയധികം പ്രണയത്തിൽ ഏർപ്പെട്ട ഒരു ഭാര്യയുടെ കഥയാണ്. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ കഥ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വെൽക്കം ടു ലിഡിയാസ് 1 മിനിറ്റ് സ്റ്റോറി. ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ച ഒരു ഭാര്യയുടെ കഥയാണിത്. ആ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ സാക്ഷാൽ യമരാജൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കഥയാണ്. ഞാൻ പറഞ്ഞു വന്നത് സാവിത്രി ദേവിയുടെ കഥയാണ്. ദേവിക്ക് അറിയായിരുന്നു ദേവിയുടെ ഭർത്താവ് 1 വർഷം കഴിഞ്ഞാൽ മരിച്ചു പോകും. എന്നിട്ടും അദ്ദേഹത്തെ തന്നെ ഭർത്താവായിട്ട് ദേവി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. 1 വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് യമരാജൻ വന്നു ഭർത്താവിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദേവി തളർന്നില്ല, കരഞ്ഞില്ല. യമരാജൻ്റെ പുറവേ പോയി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വാക്കുകൾ അദ്ദേഹം പോലും കേട്ട് നിൽക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറവേ പോയി ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അവസാനം തോറ്റിട്ട് യമരാജൻ തന്നെ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്, ഏത് വരവാണ് വേണ്ടത്? പക്ഷേ നീ ഭർത്താവിൻ്റെ ജീവൻ മാത്രം വരമായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിട്ട് അവിടെ പ്രവർത്തിച്ചു. ദേവി എന്താ വരം ചോദിച്ചെന്ന് അറിയാമോ? എനിക്ക് 100 പുത്രന്മാരുടെ അമ്മയാവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞു. ഭഗവാൻ ഉടനെ പറഞ്ഞു തഥാസ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അത് സത്യവാനല്ലാതെ ഈ വരം ഒരിക്കലും പൂർത്തിയാവത്തില്ല. ഭർത്താവില്ലാതെ എങ്ങനെയാണ് 100 മക്കളുണ്ടാവുന്നത്? ഭഗവാൻ യമരാജന് അദ്ദേഹത്തിൻ്റെ വരത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു, ജീവൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ഭാര്യ സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിനെ കൊണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണീരൊരിക്കലും ആ ഒരു ജീവനെ തിരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ അടിയുറച്ച ഭക്തിയും വിവേകത്തോടുള്ള പെരുമാറ്റവും ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ഫലം നൽകും. അവിടെ സാവിത്രി എന്ന് പറയുന്ന ഭാര്യയുടെ ആ ഒരു പ്രണയം മാത്രമാണ് വിജയിച്ചത്. ആ ഭർത്താവിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിച്ചു അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു ഭാര്യ, അത് എല്ലാ ഭാര്യമാർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇത് എല്ലാ ഭാര്യമാർക്കും വേണ്ടിയിട്ടാണ്. കാരണം ഭാര്യ എന്ന് വെച്ചാൽ ഒരു സൂപ്പറായിട്ടൊരാളാണ്. എന്ന് വെച്ചാൽ എല്ലാ ഭാര്യമാരും അടിപൊളിയാണ്. അവർക്ക് ഒരു പ്രത്യേക കഴിവെന്ന് വെച്ചാൽ ഭർത്താവിനുള്ള സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് വെച്ചാൽ അവരുടെ ഒരു കഴിവാണ്. ഇപ്പോൾ മൾട്ടി ടാസ്കിങ്, ഇപ്പോൾ ഒരു ജോലി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, പക്ഷേ പലതും ചെയ്യാൻ പറ്റും ഒരേ സമയത്ത്. ഭർത്താവ് പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 കാര്യങ്ങൾ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതൊരു അമേസിങ് ആയിട്ടൊരു കാര്യമാണ്. വലുതെന്ന് വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ആ ഒരു എന്ത് വേണമെങ്കിലും ഫാമിലിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആ ഒരു മനസ്സ്, അത് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എത്രയോ ഭാര്യമാർ വർക്ക് ചെയ്യുന്നു, വീട്ടിലെ ജോലി ചെയ്യുന്നു, സ്റ്റിൽ അവരുടെ ഹസ്ബൻഡിന്, മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് വേറൊന്നും വേണ്ട, അവരുടെ നിന്ന് സ്നേഹം മാത്രം മതി. അപ്പോൾ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഈ വീഡിയോയുടെ ഇടയിൽ ടാഗ് ചെയ്യണം. എന്നിട്ട് പറയണം യു ആർ ദ ബെസ്റ്റ്. ഓക്കെ ബൈ, ടേക്ക് കെയർ.